അപ്പോഴേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ പുട്ട് പുഴുങ്ങാൻ അപ്പോഴേ സ്റ്റീം ചെയ്ത പുട്ടുപൊടിയാണിത്. അപ്പോഴേ ഇതിൽ കുറച്ച് പൊടി ഇട്ട് നനച്ച് പുട്ട് പുഴുങ്ങാം. ഒരു ഗ്ലാസ് പൊടിയോളം ഉണ്ട്, അതായത് 250 ഗ്രാം. അര കിലോ പൊടിയായിരുന്നു, ഞാൻ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോഴേ ഇത് ചെറിയ ചൂടുവെള്ളമല്ല, സ്വല്പം ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് നനച്ചെടുക്കട്ടെ. അടിക്കുന്നത് മേപ്പെട്ട് വന്നിട്ട് വെട്ടിക്കും വാതിലോട് ചെറിയ പൊട്ടിയാലും മതി. മതി എടുക്കോ ഇന്നാവേ കുടിക്കോ? വേണ്ട. അപ്പം പുട്ടിന് തിരുമ്മിയെടുക്കാൻ പോവുകയാണ്. തേങ്ങയില്ലായിരുന്നു, പൊതിക്കാൻ പോയതായിരുന്നു. കുഞ്ഞമ്മത്തി ഇന്നും മേടിച്ചിട്ടുണ്ട്. അപ്പൊ ചോദിക്കും എണ്ണ എന്തിനാണ് ഈ കുഞ്ഞമ്മത്തി മേടിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും കറി വയ്ക്കാൻ വേണ്ടേ. അപ്പോഴേ അതിന്ന് ഞാൻ കറിയാണ് വയ്ക്കുന്നത്, തേങ്ങ അരച്ച്. അപ്പം മേടിച്ച ആ മീൻകാരൻ പറഞ്ഞു എന്നും മുളക് കറി വെക്കേണ്ട, തേങ്ങയോട് അരച്ച് കറി വയ്ക്കാൻ. അപ്പം ഞാൻ ചോദിച്ചു തേങ്ങ എവിടെ കിട്ടും, വലിയ വിലയല്ലേ. ഇത് ഞങ്ങളുടെ അക്കരെ ഭാഗത്ത് കുറച്ച് പറമ്പുണ്ട്, അവിടുന്ന് ഞങ്ങൾ പിരിച്ചുകൊണ്ട് വന്നതാണ്. അവിടെയും മലയണ്ണാൻ്റെയും കുരങ്ങൻ്റെയും ഒക്കെ ഭയങ്കര ശല്യമുണ്ട്. എങ്കിലും കുറച്ച് തേങ്ങ കിട്ടിയിരുന്നു, അതിലൊന്ന് പൊതിച്ചെടുത്തതാണ് ഇത്. പിന്നെ പുട്ടാണ് പുഴുങ്ങുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. പുട്ട് പുഴുങ്ങാനായിട്ട് തേങ്ങ തിരുമ്മാൻ പോകാം. കുക്കറിൽ കടല കറിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേ അതിന് സ്വല്പം തേങ്ങ വേണമെങ്കിൽ അരച്ചെടുക്കാം. ആർക്ക് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ അതിന് തേങ്ങ അരച്ചെടുത്തു. ഇപ്പോഴേ തേങ്ങ തിരുമ്മാൻ പോകാം. അപ്പോഴേ തേങ്ങ തിരുമാനെ കൊണ്ട് പോവാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ ചോദിക്കുക ആരോടാ പറയുന്നത് തേങ്ങ തിരുമാൻ പോവാണെന്ന്. ഫോണിനോടാണോ പറയുന്നത്? ഇതാരോട് പറയുവാ നീ തേങ്ങ തിരുമാൻ പോവാണെന്ന്, ഇവിടെ ആരും നിൽപ്പില്ലല്ലോ എന്ന്. അമ്മയ്ക്ക് അറിയത്തില്ല ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന്, പാവം. അപ്പോഴേ തേങ്ങ തിരുമ്മി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. പിന്നെ കടലക്കറിക്ക് അടുപ്പേ ഞാൻ വെച്ചതായിരുന്നേ. ഞാൻ തേങ്ങ പൊതിച്ചോണ്ട് വന്നപ്പോഴത്തേന് ബൂന്നും പറഞ്ഞ് ഭയങ്കര ശബ്ദം കേട്ടു. ഓടി വന്നു. ഞാനിനി വെള്ളം ഒഴിച്ചിട്ടല്ലയോ പോയതെന്നും വെച്ച് പേടിച്ച് വന്നു. ആവി കളഞ്ഞ് ഞാൻ ഇത് തുറന്നു നോക്കിയപ്പോൾ ആവി കളയാനൊന്നുമില്ല. ആവി ഇങ്ങനെ വന്നതെല്ലാം വെളിയിലോട്ട് പോകുന്ന ശബ്ദമായിരുന്നു ആ കേട്ടോണ്ടിരുന്നത്. ഭയന്ന് പോയി. അതുപോലെ വലിയ ശബ്ദമായിരുന്നു, ബോന്നും പറഞ്ഞുള്ള ഒരു ശബ്ദം. പിന്നെ ഞാൻ പെട്ടെന്ന് വന്ന് ഇത് ഓഫാക്കിയിട്ട് പിന്നെ നോക്കിയപ്പം വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഗാസ്കറ്റ് ഒന്ന് തിരിച്ചൊക്കെ ഇട്ടപ്പം കുക്കർ ശരിയായി. ഇപ്പോഴേ രാവിലെ മീൻ വാങ്ങിച്ച് വെള്ളം ഒഴിച്ചിട്ടേക്കുകയാണ്. അതിനകത്ത് കുറച്ച് ഉപ്പൂടിട്ട് അടച്ചങ്ങ് വെച്ചേക്കാം. എനിക്ക് ഇപ്പോഴേ വെട്ടാനൊന്നും നേരമില്ല. ഇപ്പോഴേ ഞങ്ങളുടെ ഈ റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ അത് പിന്നെ നമ്മുടെ റീസർവേ അല്ല, ഡിജിറ്റൽ സർവേ. അതായത് ഈ ഭാഗമായി ഇപ്പം ഞങ്ങളുടെയൊക്കെ പറമ്പൊക്കെയായി ചെന്ന് അതിര് കാണിക്കണം, അതിലെ കാർഡുകളൊക്കെ തെളിച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ അതിന് കയറി പോവുകയാണ്.
അപ്പോഴത്തേക്കിന് പിന്നെ വെട്ടുകാരനാണെങ്കിൽ റബ്ബർ വെട്ടിയിട്ട് തരും. അപ്പം റബ്ബർ വെട്ടുകാരനെയും കൂടെ കൂട്ടിയാണ് അതിരൊക്കെ തെളിച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ അതിര് എവിടെയാണെന്ന് അയാൾക്ക് നല്ല തിട്ടമില്ലല്ലോ, നമ്മൾ തന്നെ കാണിക്കണ്ടേ നമ്മുടെ അതിരൊക്കെ. അപ്പോൾ അതൊക്കെ കാണിക്കണം. 10 മണിയാകുമ്പോഴത്തേക്കിനും സർവേ ചെയ്യുന്ന ആളുകൾ വരും. ഇവിടെ അതിന് കയറിപ്പോകണം. കടലക്കറിക്ക് വേണ്ടി ഞാൻ കൊച്ചുള്ളി ഒന്നും അല്ല പൊളിക്കുന്നത്, ഇന്ന് സവാളയാണ് പൊളിക്കുന്നത്. അതുമല്ല കണ്ണ് നീർന്നു. സവാള എനിക്ക് പൊളിച്ചാൽ അങ്ങനെ കണ്ണ് നീറാറില്ല, പക്ഷെ ഇന്നെന്തോ അറിയില്ല. ഇഞ്ചി വെളുത്തുള്ളി ഇത് എടുത്തോണ്ട് വരട്ടെ. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ തീരാറായി. അപ്പം അതേലും കുറച്ച് പൊളിച്ച് ഇഞ്ചിയും കൂടെ ചതച്ച് എടുക്കാം. ഇവിടെ നമ്മുടെ പുട്ടിരുന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കടലക്കറിക്ക് വേണ്ടി ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് മസാലയും കൂടെ ചേർത്ത് കടലക്കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ ഒരു കുറ്റി പുട്ടുണ്ടാക്കി വെച്ചു. അടുത്തത് നിറച്ചു. ഇനിയും അതങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇവിടെ നമ്മുടെ കടലക്കറി എല്ലാം മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തു. ഇവിടെ പുട്ടുണ്ടാക്കി അമ്മയ്ക്ക് കൊടുത്തു. ഒരു കുറ്റി പുട്ട് ഞാൻ പിന്നെ വെട്ടുകാരൻ വരുമ്പോണ്ട് അയക്ക് കൊടുക്കാൻ വെച്ചേ. എന്തോ അമ്മേ? ആ വരുവാ വരുവാ വരുവാ. അമ്മയുടെ ഗുളിയെ ചോദിക്കുകയാണ്. ഗുളിയ തരാം, ഗുളിയ തരാമെന്ന്. പുട്ടിനിളക്കി പാത്രത്തിൽ വെച്ച് തന്നെ അങ്ങ് കഴിക്കുക. ഇപ്പോഴും 2 കുറ്റി പുട്ടിനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം തന്നെ അമൃതം പൊടി വെച്ച് പുട്ട് പുഴുങ്ങി അതാ തിന്നുകയാണ്. കടലക്കറിയും വെച്ചു. പാത്രം ഏതായാലും എന്താ വിശപ്പ് പോയാൽ പോലെ. മറ്റു കൂടി എത്തുന്നുണ്ടേ. എനിക്ക് 8ൻ്റെ പണി കിട്ടിയോ കൂട്ടുകാരെ? ഇന്ന് 8ൻ്റെ പണി കിട്ടി. അപ്പം ഞാൻ പറമ്പിലോട്ട് കയറി പോവുകയാണ്. ഇത് രേഖകളും കാര്യങ്ങളും എല്ലാമായിട്ട് ഞങ്ങളുടെ പറമ്പിലോട്ട് പോവുകയാണ്. അതിര് കാണിച്ചു കൊടുക്കാൻ. മലവാഴ കണ്ടോ? ഇത് മലവാഴയാണ്. കഴിച്ചോ? ഇല്ല. ആരൊക്കെയുണ്ട്? ആരെ ഓഫീസിന് ആണോ? കൂട്ടുകാരെ, വേറൊരു വാർഡിൽ ഞാൻ വന്നേക്കുക. വേറെ ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിൽ എത്തപ്പെട്ടേക്കുവാണ്. ഇത് റോഡ് കണ്ടോ? ഇതുവഴിയാണ് കടുവായെ കൊണ്ടുപോയത്. കണ്ടോ? ഈ റോഡേ കൂടെയാണ് കടുവായെ അന്ന് പിടിച്ചുകൊണ്ട് പോയത്. ഇപ്പോഴേ ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡിജിറ്റൽ സർവേക്ക് പിള്ളേരുടെ കൂടെ സർവേമാരുടെ കൂടെ വസ്തുവിൻ്റെ അതിരൊക്കെ കാണിക്കാൻ വന്നതാണ്. ഞങ്ങളുടെ വസ്തു അളന്നു കഴിഞ്ഞു. ഇപ്പം സമയം 1 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. രാവിലെ 10 മണിയായി ഇപ്പം കയറി വന്നതാണ്. തപ്പ് കെട്ടു കയറി വന്ന് ഇനിയും വീട്ടിൽ പോകാനായിട്ട് എനിക്ക് തിരിച്ചിറങ്ങി ഞാൻ പറമ്പിൽ കൂടെ പോകുന്നില്ല. എനിക്ക് വയ്യ പോകാൻ. ഞാൻ ഇനിയും ഓട്ടോ വരുമ്പോഴേ ഓട്ടോയ്ക്ക് നോക്കി നിൽക്കുകയാണ്.
ഓട്ടോ വരുമ്പോൾ ഓട്ടോയ്ക്ക് പോവാം. ഇതാണ് റോഡാണ്. റോഡിൻ്റെ നടുക്ക് ഞാൻ നിൽക്കുകയാണ്. ഓട്ടോ ഒരെണ്ണം കയറിപ്പോയിട്ടുണ്ട്. കാത്തു നിൽക്കുകയാണ് തിരിച്ചു വരാനായിട്ട്. പിള്ളേർ തപ്പട്ടെ അങ്ങേ പറമ്പ് അളന്ന് താപ്പൊട്ടാണ് പോകുന്നത്. പിള്ളേർ അങ്ങേ പോകുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാ തെളിപ്പിക്കുന്നത് ഇത്രയും കൂലി കൊടുത്തൊക്കെ? ആ, ഭയങ്കര കൂലി കൂടുതൽ ഇപ്പോൾ. ഓ ആ അതെ. ഞാനവർക്ക് പിന്നെ ഇപ്പൊ അമ്മയൊക്കെയാണ് ഈ പ്രായം വരെയെല്ലാം ജീവിച്ചിരിക്കും. പക്ഷെ ഞാനൊന്നും ഈ പ്രായം വരെ ജീവിച്ചിരിക്കില്ല. കറക്റ്റായിട്ട് എനിക്കറിയാം. ആ അതെ അതെ. ആ ഒരു പട്ടണത്തിൽ വന്ന പ്രതീതിയായിട്ട് അല്ലേ? ആ, ഒരു മനുഷ്യനെ കാണുമ്പോ പറയാ എന്തൊരു പട്ടണമായെന്നിത്. ആ, എന്ത് രസമുണ്ട് കാണാൻ. ആ, രസമില്ല. ആ, ഫോട്ടോ എടുക്കാൻ സൂപ്പർ അല്ലേ? ആ അവരെവിടെ? വൈക്കം. കൊണ്ടുവിടണം. നമ്മുടെ റോഡിൽ ഇറങ്ങുമ്പോ സൂപ്പറല്ലേ? ആ അങ്ങനെ നമ്മുടെ അടുക്കളയിൽ ഞാൻ വന്ന ഉടനെ വെള്ളം കുടിക്കുകയാണ്. ഇത്തിരി കട്ടൻ വെള്ളം ഇരുന്നു. കട്ടൻ വെള്ളം എന്ന് പറഞ്ഞാൽ കടുകാപ്പി.
അത് കുടിച്ചു. ദാഹം പോയി. ഇനി അടുത്ത ജോലി കിടക്കുന്നു. ഇത്തിരി സമയമായി, 2 മണി കൂടുതലായി ഇപ്പോഴും. ഇനിയും മീൻ വെട്ടണം. മീൻ വെട്ടി ഒരു കറി വയ്ക്കാം, തേങ്ങ അരച്ചത്. മീൻ വെട്ടാൻ പോവുകയാണ്. അയ്യോ അയ്യോ കൂട്ടുകാരെ, പോയിടത്ത് ഒരു 3-4 മറിഞ്ഞടിച്ച് വീണു. ദൈവറിയാൽ ഒന്നും പറ്റിയില്ല. ഒന്ന് വീണത് അങ്ങോട്ട് സ്റ്റെപ്പ് കയറി അങ്ങോട്ട് അടുത്ത പറമ്പിലോട്ട് കയറുകയും റബ്ബർ പോയ കുഴി ഉണ്ടായിരുന്നു. ആ കുഴിക്കകത്തോട്ട് കാല് വീണു. വലിയൊരു പാതാളക്കുഴിയാണ്. കുറച്ചിടെ കാല് താഴണുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കാലൊടിഞ്ഞു പോയി. ഇപ്പോഴേ സർവേയൊക്കെ അളക്കാൻ പോകുന്ന പിള്ളേരുടെ കൂടെ ഒക്കെ പോയി നമ്മുടെ വസ്തു അതിലൊക്കെ കാണിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല കൂട്ടുകാരെ. ഞാൻ അവിടെ കിടന്ന് മീനെല്ലാം എടുത്ത് ഫ്രിഡ്ജ് വെച്ചു. അവിടെ ഞാനത് തളർന്ന് അവിടെ ഇരുന്നു. ഇപ്പോഴേ കുളിച്ചു പോലുമില്ല. ഇങ്ങനെയും രാത്രിയായി കുളിക്കണം. ഇപ്പോഴേ പുട്ടുപൊടി വീണ്ടും ഞാൻ നനച്ചു പുട്ടുണ്ടാക്കാമെന്ന്. ഇന്ന് പുട്ടും വൈകിട്ട് പപ്പടും, അത് മതി. ചായ അനത്തി ഇപ്പോഴേ അത് മതി. ഇപ്പോഴേ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളയ്ക്കുന്നു. പുട്ടിൽ നിന്ന് തുടങ്ങി പുട്ടിൽ അവസാനിക്കും. ബാക്കിയുള്ള പൊടി ഉണങ്ങാതെ അടച്ചു വെക്കാം. അടുത്ത പുട്ടുണ്ടാക്കുമ്പോഴേ തുറന്നാ മതിയല്ലോ. ഇപ്പോഴേ ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യുക എല്ലാവരും. നമ്മുടെ പുട്ട് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു കുറ്റി പുട്ടിനൂടെ ഉണ്ട്, അതുകൂടെ വെക്കുകയാണ്. തേങ്ങ കുറവാണ്, ഇച്ചിരി തേങ്ങയോടെ ഞാൻ തിരുമ്മി എടുക്കട്ടെ. പപ്പടം കൂടെ പൊള്ളിച്ചെടുക്കട്ടെ. നാല് പപ്പടമേ പൊള്ളിക്കുന്നുള്ളൂ. ഒന്നുകൂടെ പൊള്ളിച്ചേക്കാം അല്ലേ? അഞ്ച് പപ്പടം. പപ്പടം കുത്തിയുടെ കമ്പി ഉണ്ടോ? ഞാൻ എല്ലാത്തിലും കുത്തി പറിക്കുന്നത് ഇതുകൊണ്ട്. വളഞ്ഞ് മേളിലോട്ടിരിക്കും. കളയാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ കളയില്ല. ഞാൻ വാങ്ങിച്ചതാണ്, അതുകൊണ്ട് കളയില്ല. ഇവിടെ പൊള്ളിച്ചെടുക്കാം.
എണ്ണ സ്വല്പം കൂടെ ചൂടാകാനുണ്ടായിരുന്നു. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും പപ്പടവും പുള്ളി വരട്ടെ. നമ്മുടെ പുട്ട് രാവി വന്നു. ഇനി ഒരു ചായ കൊണ്ടിരിക്കണം. ചെറുപയറുണ്ട് പിഴുങ്ങാനേ, പക്ഷേ ഞാൻ ഇന്ന് എടുത്തില്ല. അവിടെ ഇട്ടിരിക്കും. സൂപ്പറായി. ചാടിപ്പോ നെക്സ്റ്റ് വൺ. അപ്പോഴേ കൂട്ടുകാരെ, ഗുഡ് നൈറ്റ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോഴേ ഞങ്ങളെ പുട്ടും പപ്പടവും ചായയുമാണ് ഇന്ന് ഞങ്ങളുടെ അത്താഴം. അപ്പോൾ രാത്രി പുട്ടും പപ്പടവും ആർക്കും വേണ്ടല്ലോ, ഞാനും കഴിച്ചേക്കട്ടെ. വേണ്ട, വലിയൊരു കുറ്റി പുട്ട്, 2 പപ്പടം. അപ്പം കഴിക്കാം.